നടപടിയിൽ നാട്ടുകാരിൽ അമർഷം ശക്തമായിട്ടുണ്ട്. വേനൽക്കാലം വെള്ളമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കെട്ടിയിരിക്കുന്ന ആ സന്ദർഭത്തിൽ ആനക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഏതാണ്ട് ഒരാഴ്ചയോളം ആന ഇങ്ങനെ നടന്നതായിട്ട് പറയുന്നുണ്ട്. പിന്നീട് ഒരു ദിവസം കാണാൻ ആനേനെ 4 കാലും ബന്ധിച്ച് അവിടെ കെട്ടിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ പാപ്പന്മാർ പറഞ്ഞതെന്ന് വെച്ചാൽ അതിനെ മതവിളക്കിയെന്നാണ് പറഞ്ഞത്. മതവിളക്കിയ ഒരു ആന 7 ദിവസവും ഇങ്ങനെ അതിൻ്റെ സാധാരണ കർത്തവ്യം ചെയ്യുന്ന പതിവില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഒരു മതവിളകനായ ആനയെക്കുറിച്ച് പാപ്പന്മാർക്ക് നല്ല അറിവുണ്ട്. നാട്ടാന വളർത്തിനെ കുറിച്ച് അവർക്ക് നല്ല പയ്യുള്ളതുകൊണ്ടാണല്ലോ അവരതിൻ്റെ ഉദ്യോഗസ്ഥന്മാരായത്. ഒരാനയെ പിന്നെ ആരെങ്കിലും നടയിരുത്തി ഏതോ ഒരു ഭക്തൻ നടയിരുത്തി അത് അവർക്കൊരു ശല്യം വന്നതുപോലെയാണ് ഇപ്പോൾ അവർ അതിനോട് പെരുമാറുന്നത്. ഇപ്പം നമ്മൾ കാണുന്ന കാഴ്ചയൊക്കെ നമുക്ക് പറയാനെന്താണെന്ന് ചോദിച്ചാൽ അതിനെ 4 കാലിലും വ്രണം വന്ന് വീങ്ങി ഈച്ചയാർത്ത് ആ പരിസരമൊക്കെ ആകെ വൃത്തികേടായിരിക്കുന്ന ഒരവസ്ഥ അവിടെ ഉള്ളൂ. നേരത്തെ വനം വകുപ്പ് അധികൃതർക്കടക്കം പരാതി നൽകിയിരുന്നെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. വയനാട്ടിലെ ആദിവാസി മേഖലകളിൽ പ്രത്യേക പോലീസ് സ്റ്റേഷൻ ആരംഭിക്കാൻ നീക്കം. ആദിവാസികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിലാണ് പോലീസ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുക. ആദിവാസികൾ ഉൾപ്പെടുന്ന കേസുകളും ഇവരുടെ പ്രശ്നങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് സർക്കാരിന്റെ ഈ തീരുമാനം. ആദിവാസി വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഈ വിഭാഗങ്ങൾക്ക് നിയമപരിരക്ഷ ഉറപ്പാക്കാനാണ് സർക്കാർ നീക്കം. പദ്ധതിയുടെ ആദ്യഘട്ടമെന്ന നിലയിലാണ് ആദിവാസികൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിൽ പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് സർക്കാർ ആലോചിക്കുന്നത്. ഇത് സംബന്ധിച്ച് വകുപ്പ് തല ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. വയനാട് ഉൾപ്പെടെ ആദിവാസികൾക്ക് ഭൂരിപക്ഷമുള്ള ജില്ലകളിൽ ആദിവാസി കോളനികൾക്ക് സമീപത്തായി പോലീസ് സ്റ്റേഷൻ ആരംഭിക്കാനാണ് തീരുമാനം. ആദിവാസികൾക്ക് നേരെ മറ്റുള്ളവർ നടത്തുന്ന ചൂഷണത്തിനും ആദിവാസികൾക്കിടയിൽ നിന്ന് തന്നെ ഉണ്ടാവുന്ന കുറ്റകൃത്യങ്ങൾക്കും സ്റ്റേഷൻ വരുന്നതോടെ തടയിടാൻ കഴിയുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ. കഴിഞ്ഞ ദിവസം പോലീസ് ആസ്ഥാനത്ത് ചേർന്ന പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ യോഗത്തിലും ഇതു സംബന്ധിച്ച് ചർച്ച ചെയ്തിരുന്നു. പട്ടികജാതി വർഗ നിയമത്തിലെ സെക്ഷൻ 14 പ്രകാരം സ്പെഷ്യൽ കോടതി സ്ഥാപിക്കൽ, സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നിയമിക്കൽ എന്നിവയും സർക്കാർ പരിഗണിക്കുന്നു. 2011 മെയ് മുതൽ 2012 ഏപ്രിൽ വരെ 152 കേസുകളാണ് ആദിവാസികൾക്ക് നേരെ നടന്ന അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തത്. കേസുകളിൽ 259 പ്രതികളുണ്ടെങ്കിലും 131 പേരെ മാത്രമാണ് അറസ്റ്റ് ചെയ്തത്. 91 പീഡന കേസുകളും ഈ കാലയളവിൽ രജിസ്റ്റർ ചെയ്തു. അഷ്ടമുടി കായലോരത്തെ അഡ്വഞ്ചർ പാർക്കിൽ വിനോദസഞ്ചാരികളെ കാത്ത് മൺസൂൺ ശില്പങ്ങൾ ഒരുങ്ങി. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ സംഘടിപ്പിച്ച ദശദിന ക്യാമ്പിൽ വെച്ച് 10 ശില്പികൾ ചേർന്ന് ടൂറിസം വികസനത്തിന്റെ ഭാഗമായാണ് ശില്പങ്ങൾ ഒരുക്കിയത്. അഷ്ടമുടിക്കായലിന്റെ തീരത്തെ അഡ്വഞ്ചർ പാർക്കിലാണ് വിനോദസഞ്ചാരികളെ കാത്ത് ശില്പങ്ങൾ ഒരുങ്ങിയിരിക്കുന്നത്. മഴക്കാല വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി മൺസൂൺ ശില്പങ്ങൾ എന്ന സംസ്ഥാന ക്യാമ്പിൽ നിന്നുമാണ് ഈ മനോഹര രൂപങ്ങൾ പിറന്നിരിക്കുന്നത്. കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട 10 ശില്പികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. ഇതിൽ ആര്യാൽ രാജേന്ദ്രന്റെ ധ്യാനത്തിലിരിക്കുന്ന മെഡിറ്റേഷൻ, ഷെല്ലിയുടെ പ്രണയശില്പമായ ഡോണ്ട് ഡിസ്റ്റർബ്, ഗുരുപ്രസാദിന്റെ ലവ് വിത്തൌട്ട് ഹെയർട്ട് ആൻഡ് ബ്രെയിൻ തുടങ്ങി 10 ശില്പങ്ങളാണ് അഡ്വഞ്ചർ പാർക്കിൽ ഉയർത്തിയിട്ടുള്ളത്. നമ്മുടെ ഗാലറിയുടെ അതിർത്തി വരമ്പുകളോ പ്രത്യേക ലൈറ്റിങ്ങോ ഇല്ലാതെ പ്രകൃതിയുടെ ഈ ചാരുത ഭംഗിയിൽ നിന്ന് ശില്പകല ആസ്വദിക്കാനുള്ള ഒരു അവസരം. വ്യത്യസ്തമായ ശൈലി ചെയ്തിരിക്കുന്ന ഈ ശില്പങ്ങൾ ഈ കലാപഠനം ചെയ്യുന്നവർക്കും കലാകാരന്മാർക്കും കലയെ സ്നേഹിക്കുന്നവർക്കും ഇത് വളരെ ഉപകാരപ്പെടും. കാരണം ഇവിടെ വരുമ്പോൾ ഒരു ശില്പരീതി അല്ല, 10 വ്യത്യസ്ത ശില്പരീതികളാണ് ഇവിടെ വരുന്നവർക്ക് പരിചയപ്പെടുന്നത്. 10 ദിനം കൊണ്ട് 10 ശില്പികൾ ചേർന്ന് നാടിന് സമർപ്പിച്ച ഈ 10 ശില്പങ്ങൾ ഇവിടെയെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് നവ്യാനുഭവം ആകുമെന്നത് തീർച്ചയാണ്. കേരള വിഷൻ, കൊല്ലം. കായിക അധ്യാപകനും കേരള ഫുട്ബോൾ റഫറി അസോസിയേഷൻ മുൻ പ്രസിഡന്റുമായിരുന്ന പഴഞ്ഞി കിഴക്കേ അങ്ങാടി കാക്കശ്ശേരി ഡേവിസ് അന്തരിച്ചു. 79 വയസ്സായിരുന്നു. സ്കൂൾ ഗെയിംസ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി, മലങ്കര ഓർത്തഡോക്സ് സഭ മാനേജിംഗ് കമ്മിറ്റി അംഗം, കൊച്ചി ഭദ്രാസന കൌൺസിൽ അംഗം തുടങ്ങി നിരവധി നിലകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സംസ്കാരം ശനിയാഴ്ച 4 മണിക്ക് പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. TP വധക്കേസിൽ CPIM നേതൃത്വത്തിന് പങ്കുണ്ടെന്ന് പി മോഹനൻ സൂചിപ്പിച്ചെന്ന് പോലീസ്. മോഹനന്റെ കസ്റ്റഡി കാലാവധി നീട്ടാൻ സമർപ്പിച്ച അപേക്ഷയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പങ്കുള്ള നേതാക്കൾ ആരെന്നറിയാൻ കൂടുതൽ ചോദ്യം ചെയ്യണമെന്നും പോലീസ്. കാലിക്കറ്റ് സർവകലാശാലയിലെ മാർക്ക് ദാന ഉത്തരവ് വിവാദമാകുന്നു. 100-ൽ 20 മാർക്ക് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്കും എഞ്ചിനീയർമാരാകാം. ഉത്തരവിന് 2008 മുതൽ മുൻകാല പ്രാബല്യം. ഉത്തരവിറക്കിയത് ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷമുള്ള അക്കാദമിക് കൌൺസിൽ. ഐസ്ക്രീം അട്ടിമറി കേസിൽ പോലീസ് സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിൽ തന്റെ വാദം കൂടി കേൾക്കണമെന്നാവശ്യപ്പെട്ട് VS അച്യുതാനന്ദൻ കോഴിക്കോട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകി. ഹർജി പരിഗണിക്കുന്നത് കോടതി ജൂലൈ 30-ലേക്ക് മാറ്റിവെച്ചു.
എഞ്ചിനീയറിംഗ് കോളേജുകളുടെ നിലവാര തകർച്ച സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. വിജയ ശതമാനം കുറഞ്ഞ സ്വാശ്രയ കോളേജുകൾക്ക് പുതിയ കോഴ്സുകൾ നൽകില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി. സാംസ്കാരിക തലസ്ഥാനമേ ലജ്ജിക്കുക. തൃശൂർ കുന്നംകുളത്ത് ഒരു കുടുംബത്തിന് നേരെ മരണാനന്തര സഹായ സമിതിയുടെ ഊരുവിലക്ക്. പ്രാദേശിക ചടങ്ങുകളിൽ ഇവരെ പങ്കാളികളാക്കുന്നില്ല. പ്രതികരിക്കാതെ രാഷ്ട്രീയ നേതൃത്വം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ ചലച്ചിത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കുഞ്ഞുണ്ണി വന്നോ? നീങ്ങി വന്നേ, എന്നിട്ട് പറ ഇത് ആരൊക്കെയാണെന്ന്. ഓർമ്മയുണ്ടോ നോക്കട്ടെ. എനിക്കറിയില്ല.